സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹലോ എൻ്റെ അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ കണ്ടല്ലോ, നമ്മളിന്ന് മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചോറ് തിന്നു എന്നൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം അത്രയ്ക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ്. നല്ല എരിവും പുളിവൊക്കെ ഉള്ള മാങ്ങാച്ചാർ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു 5, 6, 8 മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ടാകും. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 4 പോള വെളുത്തുള്ളി, അതുപോലെ തന്നെ കട്ട് ചെയ്തത് ഇഞ്ചി, 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 10 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ പൊടികളിൽ ഇതിൽ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കടുകൊക്കെ ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി നമുക്കിനി പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇതിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അച്ചാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാല എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി മറിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല മാങ്ങയിൽ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിതിൽ സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് വേണമെങ്കിലും അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളതിൻ്റെ മുകളിലൂടെ സുർക്ക ഒഴിച്ചു കൊടുത്താലും മതി. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം.
അപ്പോൾ ഞാനിത് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു ക്യാപ്പൊക്കെ ഉള്ളത് കാരണമാണ് ഇത് കൊടുത്തയക്കാൻ പറ്റിയൊരു ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒക്കെ ഓരോ കുപ്പിയിലാക്കി വെച്ചാലും മതി. അപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫേവറേറ്റ് അച്ചാർ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ നല്ല അടിപൊളി അച്ചാറുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.